പബ്ലിക് എക്സാമിനും ക്വാർട്ടർലി എക്സാമിനും ഓണം എക്സാമിനും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ വളരെ 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 സാധ്യത കൂടിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, എന്താണ് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? ആ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു പേരാണല്ലേ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, വാട്ട് യു മീൻ ബൈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? മക്കളെ നമുക്കറിയാം, ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ സോൾവെന്റും ഉണ്ട്, അതേപോലെ തന്നെ സൊല്യൂട്ടും ഉണ്ട് അല്ലെ. ഇതിൽ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു, സൊല്യൂട്ട്സിന്റെ നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമ്മൾ ഇടുന്ന സൊല്യൂട്ട് ഏതും ആയിക്കോട്ടെ, ഏത് കൈൻഡ് ഓഫ് സൊല്യൂട്ടും നമുക്കിടാം, പക്ഷേ ആ സൊല്യൂട്ടിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് അല്ലെ. അതേപോലെ തന്നെ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. ഇപ്പം നമുക്കറിയാം എങ്ങനെയാണ് മക്കളെ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അറൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമുക്കറിയാം ഒരു വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സോൾവെന്റ് നമ്മുടെ കയ്യിലുണ്ട്. വാട്ട് യു മീൻ ബൈ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? വേപ്പറായി മാറാൻ സാധിക്കുന്നവർ. ഇപ്പം നിങ്ങൾ എന്നെ ഇങ്ങനെ ചൂടാക്കി, നിങ്ങൾ നോക്കുമ്പോൾ ഞാനിങ്ങനെ നേരെ വേപ്പറായി നീരാവിയായിട്ട് മാറുക. അപ്പോൾ വേപ്പർ ആകാൻ കഴിയുന്നവരെയാണ് നമ്മൾ വോളറ്റൈൽ എന്ന് പറയുക അല്ലേ. വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സോൾവെന്റിലേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ഇടുന്നത് വഴിയാണ് നമുക്കറിയാം ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അറൈസ് ചെയ്യുന്നത്. സോ നോക്കിക്കേ, ദീസ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ വിച്ച് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. മക്കളെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീൻ്റെ ഡെഫിനിഷനും ഈ 4 ടൈപ്പ്, അറ്റ്ലീസ്റ്റ് ഈ 4 ടൈപ്പ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ പേരും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ഓരോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്, അതുകൂടെ നോക്കി വെക്കണം കേട്ടോ. അപ്പം പ്രധാനമായിട്ടും ഇതെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് draw a plot of vapor pressure and mole fraction of an ideal solution at constant temperature. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കാനാണ് പറയുന്നത് അല്ലേ. ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഒരു ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്? ഏത് ടെമ്പറേച്ചർ എടുത്താലും, അറ്റ് എനി ടെമ്പറേച്ചർ എടുത്താലും റാവൂൾസ് ലോ ഒബേ ചെയ്യുന്നവരെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ റാവൂൾസ് ലോ നമുക്ക് പറഞ്ഞു തരുന്നത്? എന്താണ് റാവൂൾസ് ലോ നമുക്ക് പറഞ്ഞു തരുന്നത്? ഒരു ലിക്വിഡ് സൊല്യൂഷൻ എടുത്താൽ അല്ലേ, ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സോൾവെന്റും സൊല്യൂട്ടും ലിക്വിഡാണ്. സോ ഒരു ലിക്വിഡ് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഓരോ കമ്പോണന്റിൻ്റെയും പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അവരുടെ മോൾ ഫ്രാക്ഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ. ഇതാണ് റാവൂൾസ് ലോ പറഞ്ഞു തരുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു റാവൂൾസ് ലോ വി ക്യാൻ സേ ദാറ്റ് P1 is equal to P01 chi1 എന്നും P2 is equal to P02 chi2 എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ഇവിടെ P01 എന്ന് പറഞ്ഞാൽ എന്താ? P01 എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പോണന്റ് 1 പ്യോർ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അല്ലേ അയാളുടെ വേപ്പർ പ്രശ്ന. P02 എന്ന് പറഞ്ഞാൽ കമ്പോണന്റ് 2 പ്യോർ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അയാളുടെ വേപ്പർ പ്രഷറാണ്. ഓക്കെ, അപ്പോൾ റാവൂൾസ് ലോ പറഞ്ഞു തരുന്നത് ഒരു ലിക്വിഡ് സൊല്യൂഷനിലെ ഓരോ കമ്പോണന്റിൻ്റെയും പാർഷ്യൽ പ്രഷർ അതിൻ്റെ മോൾ ഫ്രാക്ഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഈ പറഞ്ഞ റാവൂൾസ് ലോ ഒബേ ചെയ്യുന്ന എല്ലാ സൊല്യൂഷൻസിനെയും നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ, ഓക്കെ, ഒരു മാതൃകാ സൊല്യൂഷൻ അല്ലേ, ഒരു ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാം. ഇത് മാത്രമല്ല അല്ലേ, ഐഡിയൽ സൊല്യൂഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല മക്കളെ. ഒരു ഐഡിയൽ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? അതായത് ഇപ്പം നമ്മൾ സൊല്യൂട്ടിനെ സോൾവെന്റുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണല്ലേ ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ മക്കളെ ഈ സൊല്യൂട്ട് സോൾവെന്റ് എന്നൊക്കെ പറയുന്നത് ഈ സൊല്യൂഷനിൽ ഓരോ കമ്പോണൻസാണ്. സോ ഈ കമ്പോണൻസിനെ മിക്സ് ചെയ്യുമ്പോൾ ചില റിയാക്ഷൻസിൽ ഹീറ്റ് ഇവോൾവ് ആവാറുണ്ട്, അല്ലെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാറുണ്ട്. കത്തിയോ? അതായത് ഈ പറഞ്ഞ സൊല്യൂട്ടിനെ സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ചില കേസസിൽ, ഇൻ സം കേസസ് ഹീറ്റ് റിലീസ് ചെയ്യും, വേറെ ചില കേസസിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടും.
ഓക്കെ, അപ്പൊ അവിടെ ഒരു എൻതാൽപ്പി ചേഞ്ച് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പക്ഷേ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഡെൽറ്റ എച്ച് ഓഫ് മിക്സിംഗ്, അതായത് ഇങ്ങനെ നമ്മൾ അവരെ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നോ ഹീറ്റ് ഈസ് ഇവോൾവ് ഓർ അബ്സോർബ്ഡ് എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ കേസ്, ഇനി ഇവരിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ, സൊല്യൂട്ടിനെയും സോൾവെൻറ്റിനെയും ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഒരു വോളിയം ചേഞ്ച് വരാനായിട്ട് പാടില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ഡെൽറ്റ വി ഓഫ് മിക്സിംഗ്, വോളിയം ചേഞ്ച് ഡ്യൂറിങ് മിക്സിംഗ്, ഇതും 0 ആയിരിക്കും. ഐഡിയൽ സൊല്യൂഷൻ്റെ കണ്ടീഷൻസ് ആണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, ഇപ്പം നമ്മുടെ ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ഇവിടുത്തെ സൊല്യൂട്ട് ആണ് എന്നിരിക്കട്ടെ, ബി എന്ന് പറയുന്നത് സോൾവെന്റ് ആണ് എന്നിരിക്കട്ടെ. അപ്പോൾ കുറേ സൊല്യൂട്ട് പാർട്ടിക്കിൾസും ഉണ്ട്, കുറേ സോൾവെന്റ് പാർട്ടിക്കിൾസും ഉണ്ട് അല്ലേ. അപ്പം നമുക്കറിയാം ഇവിടെ സൊല്യൂട്ടും തമ്മിൽ ഒരു ഇൻ്ററാക്ഷൻ ഉണ്ടാവും. സൊല്യൂട്ടിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ഇൻ്ററാക്ഷൻ ഉണ്ട്, അതാണ് എ ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇനി സോൾവെൻറ്റിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ പരസ്പരം ഒരു ഇൻ്ററാക്ഷൻസ് ഉണ്ടാവും, അതാണ് ബി ഇൻ്ററാക്ഷൻ. ഇനി അങ്ങനെയാണെങ്കിൽ എ ബി ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എ ബി ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സൊല്യൂട്ടും ഒരു സോൾവെൻറ്റും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ. മക്കളെ, ഒരു ഐഡിയൽ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ എ ഇൻ്ററാക്ഷനും ബി ഇൻ്ററാക്ഷനും എ ബി ഇൻ്ററാക്ഷനോട് ഈക്വൽ ആയിരിക്കും. അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻ്ററാക്ഷനും സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻ്ററാക്ഷനും ഒരു സൊല്യൂട്ടും ഒരു സോൾവെൻറ്റും തമ്മിലുള്ള ഇൻ്ററാക്ഷനോട് ഈക്വൽ ആയിരിക്കും. അപ്പം ഈ കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന, റാവുൾസ് ലോ ഒബേ ചെയ്യുന്ന ഒരാളെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞത് മോൾ ഫ്രാക്ഷനും അതേപോലെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? മോൾ ഫ്രാക്ഷനും അതേപോലെ വേപ്പർ പ്രഷറുമായിട്ടുള്ള ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് മിസ് ഇങ്ങനെ ഒരു ബോക്സ് തന്നെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു ബോക്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഇതെടുത്തു കഴിഞ്ഞാൽ എക്സ് ആക്സിസിലാണ് നമ്മൾ മോൾ ഫ്രാക്ഷനെ എടുക്കുന്നത്. ഓക്കെ, എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷനെ എടുക്കുന്നു. വൈ ആക്സിസിൽ വി ആർ ഗോണ ടേക്ക് അവർ വേപ്പർ പ്രഷർ. ഓക്കെ അല്ലേ, വേപ്പർ പ്രഷർ എടുത്തു. ഇനി മക്കളെ, നമ്മൾ മോൾ ഫ്രാക്ഷൻ വെറുതെ എഴുതിയാൽ പോരാ, നമുക്കതിന് കുറച്ച് കോർഡിനേറ്റ്സ് കൊടുക്കാറുണ്ട്. അതായത് ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ, അതാണ് കൈ1. കൈ1 1ൽ നിന്ന് 0യിലേക്ക് വരുന്നു. ഇനി കൈ2 എന്ന് പറഞ്ഞാൽ എന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സെക്കൻഡ് കമ്പോണൻറ്റ്. ഓക്കെ, അത് 0യിൽ നിന്ന് പിടിച്ചോ 1ലേക്ക് വരുന്നു. ഓക്കെ, 0യിൽ നിന്ന് 1ലേക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഫസ്റ്റ് ആളുടെ, അതായത് കമ്പോണൻറ്റ് 1ൻ്റെ വേപ്പർ പ്രഷറാണ് ഇപ്പോൾ മിസ് വരയ്ക്കുന്നത് കേട്ടോ. വേപ്പർ പ്രഷറാണ്. ഇനി കമ്പോണൻറ്റ് 2ൻ്റെ വേപ്പർ പ്രഷറാണ് ഈ വരച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പം നമുക്കിനി ലേബൽ ചെയ്ത് കൊടുക്കാം. എൻ്റെ കുട്ടികൾ നോക്കിക്കേ, ഈ ലൈൻ എന്ന് പറയുന്ന പച്ച കളറിൽ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് മിസ് പറയാണ്, അതാണ് P1, അതായത് വേപ്പർ പ്രഷർ ഓഫ് ദി കമ്പോണൻറ്റ് 1. ഇനി പിങ്ക് ലൈൻ ഉണ്ടല്ലോ, ഇതാണ് P2, വിച്ച് മീൻസ് വേപ്പർ പ്രഷർ ഓഫ് ദി കമ്പോണൻറ്റ് 2. ഇനി നോക്കിക്കേ, ഈ ഒരു പോയിന്റ് എൻ്റെ കുട്ടികൾ കാണുന്നില്ലേ? ആ പോയിന്റ് ആണ് P02 എന്ന് പറയുന്നത്. P02 എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ പ്യോർ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ അയാളുടെ വേപ്പർ പ്രഷർ. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഈ പോയിന്റ് ആണ് P01 എന്ന് പറയുന്നത്, വേപ്പർ പ്രഷർ ഓഫ് ദി പ്യോർ കമ്പോണൻറ്റ് 1. ഓക്കെ അല്ലേ. P1ഉം P2ഉം വൺസ് അയാൾ സൊല്യൂഷനിൽ എത്തിക്കഴിഞ്ഞാലുള്ള വേപ്പർ പ്രഷറാണ്. P01ഉം P02ഉം അവർ പ്യോർ സ്റ്റേറ്റിൽ ഒറ്റയ്ക്കിൽ ഇരിക്കുമ്പോഴുള്ള അവരുടെ വേപ്പർ പ്രഷേഴ്സാണ്. ഇനി നമ്മൾ നോക്കാം, നമുക്ക് ഇതിനൊന്ന് ജോയിൻ ചെയ്യാം. ഈ രണ്ട് ലൈൻസിനെ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ലൈനാണ് എൻ്റെ P ടോട്ടൽ, ഇവിടുത്തെ മൊത്തത്തിലുള്ള വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അതായത് P1 + P2 എന്ന് പറയാം. ഓക്കെ ആണോ? ഇതാണ് ഒരു ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം അതൊരു നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. മക്കളെ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാമ്പിൾ അടക്കം നിങ്ങൾക്ക് 4 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് റാവുൾസ് ലോ പറയുക, ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് പറയുക, അതിൻ്റെ കണ്ടീഷൻസ് പറയുക, ഗ്രാഫ് വരയ്ക്കുക, വിത്ത് എക്സാമ്പിൾ കൊടുക്കുക. 4 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ വളരെ 2
മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ വാസ് അവർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ ഗ്രാഫ് ആയിരുന്നു. ഇതേപോലെയുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും എത്തുന്നുണ്ടോ? സോ ഇപ്പോൾ ഞാൻ പോവാണ്. താങ്ക് യു സോ മച്ച്. ബൈ.